ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന മെയിൻ്റനൻസ് പെറ്റീഷനെ കുറിച്ചും അതിൽ എവിഡൻസ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒരു കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. സാധാരണ ഈ മെയിൻ്റനൻസ് പെറ്റീഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അവർക്കുള്ള കൺഫ്യൂഷൻ മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിടുന്നത്. നമുക്കറിയാലോ എന്തിനാണ് ചെലവിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുന്നത്, ആരാണ് ഫയൽ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. മെയിൻ്റനൻസ്, അതായത് ചിലവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഭാര്യ മാത്രമല്ല, ചിലപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടും ഫയൽ ചെയ്യും. ഇപ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ, കുഞ്ഞില്ലെങ്കിൽ ഭാര്യ മാത്രം ഫയൽ ചെയ്യും. ഇനി കുട്ടിയുണ്ടെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി ഫയൽ ചെയ്യാം. ഇനി കുട്ടിക്ക് മാത്രം മതി, ഭാര്യയ്ക്ക് വേണ്ടെങ്കിൽ അങ്ങനെയും ഫയൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചിലവിന് വേണ്ടി ഫയൽ ചെയ്യുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് മരുന്നിൻ്റെ ആശുപത്രിയുടെ ചിലവുകൾ, അതിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭർത്താവിൽ നിന്നും പൈസ നേടിയെടുക്കാം. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ്. അതിപ്പോൾ ഈ ഭാര്യയ്ക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ കുട്ടിക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ചിലവുകൾ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി വരുന്ന ചിലവുകൾ, അവരെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതിന്റെ ചിലവുകൾ ഒക്കെ അവർക്ക് ഹസ്ബൻഡിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെലവിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഭാര്യ, കുട്ടിക്ക് വേണ്ടിയിട്ട് ഭാര്യ ഒക്കെ ഫയൽ ചെയ്യുന്നത്. ഇനി ഭർത്താവിന് ചില കാര്യങ്ങൾക്ക് ചെലവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ആവശ്യമില്ല. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാനായിട്ട് ഭാര്യ തയ്യാറല്ലെങ്കിൽ, മനഃപൂർവ്വം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ. രണ്ട്, ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെങ്കിൽ. മൂന്ന്, രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റോടുകൂടി മാറി നിൽക്കുകയാണെങ്കിൽ. ഈ മൂന്ന് സാഹചര്യത്തിലും ഭർത്താവ് ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുഞ്ഞിന് ചെലവ് കൊടുത്തേ പറ്റത്തുള്ളൂ. കുഞ്ഞിന് ആൺകുട്ടിയാണെങ്കിൽ 18 വയസ്സ് വരെയും പെൺകുട്ടിയാണെങ്കിൽ അവളുടെ വിവാഹം വരെയും ചെലവ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കേസാണ്. ആ കേസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് കുറെ കാര്യങ്ങളും കൂടെ മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ഫാമിലി കോടതി പാസ്സാക്കിയ ഒരു ഡിസിഷനാണ്. അത് ഒരു MC കേസ്, അതായത് ഒരു മെയിൻ്റനൻസ് കേസ്. അത് MC നമ്പറായിട്ടാണ് പിടിക്കുന്നത്. അത് 2018 ഫയൽ ചെയ്തതാണ്. ആ കേസിൽ കോടതി ഭർത്താവ് ഭാര്യയ്ക്ക് 7000 രൂപ വെച്ച് കൊടുക്കാനായിട്ട് ഉത്തരവിട്ട്. ഇതിൽ അഗ്രീവഡായിട്ട് ഭർത്താവ് ഒരു റിവിഷൻ പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത്. ഇവിടെ ഭർത്താവ് ഇത്രയും അഗ്രീവഡായിട്ട് ഈ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് എവിഡൻസ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ഒന്നും കൃത്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഇത്രയും പൈസ ഗ്രാന്റ് ചെയ്തത്. അത് കോടതി കൃത്യമായി കേട്ടിരുന്നെങ്കിൽ ഇത്രയും പൈസ ഗ്രാന്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. ഇതിൽ ഭർത്താവ് കോടതിയിൽ അപ്പിയർ ചെയ്തെങ്കിലും പവർ ഓഫ് അറ്റോർണി ഹോൾഡറിനെ ഏൽപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം ഗൾഫിലാണല്ലോ. അപ്പോൾ ഇവിടെ കേസ് നടത്താനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ആളിനെ പവർ ഓഫ് അറ്റോർണി ആയിട്ട് കോടതിയിൽ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹമാണ് കോടതിയിൽ അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത്. എവിഡൻസിൻ്റെ സമയം, അതായത് അദ്ദേഹത്തിൻ്റെ എവിഡൻസിൻ്റെ സമയം കോടതി അടുത്തടുത്ത പോസ്റ്റിങ്ങിലാണ് പോസ്റ്റ് ചെയ്തത്. 10-15 ദിവസം വെച്ച് അടുത്തടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഈ പൈസ അങ്ങ് ഗ്രാൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എവിഡൻസ് അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഗ്രാൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് 3 ഗ്രൗണ്ടിലാണ് മെയിനായിട്ടും മെയിൻ്റനൻസ് ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് അലോവ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രൗണ്ടാണ്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഗ്രൗണ്ടാണ്. മൂന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് ഇൻ ലൈഫാണ്. അതായത് അവർക്ക് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കും പിന്നെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പൈസയും. അങ്ങനെയാണ് 7000 രൂപ അടിച്ചത്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹവുമായിട്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യ പഠിത്തം നടത്തിയിട്ടാണ് വിവാഹം കഴിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഭാര്യ പറയുന്നത് അവര് വിവാഹശേഷവും പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണ്. അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം അദ്ദേഹം എവിഡൻസ് കൊടുത്തിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ മനഃപൂർവ്വം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ഇറങ്ങി അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവരിവിടെ കേസ് കൊടുത്തപ്പോൾ പറയുന്നത് ഭർത്താവ് അവരെ മുറിക്കകത്തിട്ട് പൂട്ടി അവരെ പഠിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല സത്യം. പകരം ഇവർ മനഃപൂർവ്വം ഇറങ്ങിപ്പോയതാണ് എന്ന് ഭർത്താവിന് അത് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ എവിഡൻസ് എടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ കോടതി, ഫാമിലി കോടതി, അത് പരിഗണിച്ചത് ശരിയായില്ല. കാരണം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വൈഫ് എന്ന് പറയുന്നത് പെറ്റീഷണർ, ഈ കേസിലെ പെറ്റീഷണർ, അതായത് ഹസ്ബൻഡ്, റിവിഷൻ പെറ്റീഷണർ, ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് മനഃപൂർവ്വം ഇറങ്ങിപ്പോയതാണ്, സഫീഷ്യന്റ് റീസൺസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിപ്പോയതാണ് എന്ന് ഭർത്താവിന് പ്രൂവ് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എടുക്കുകയായിരുന്നെങ്കിൽ, കൃത്യമായും എടുത്തിരുന്നെങ്കിൽ കോടതി ഇതുപോലൊരു കണ്ടൻഷനിലോട്ട് പോവില്ലായിരുന്നു എന്നും അദ്ദേഹം ആർഗ്യൂ ചെയ്തു. അദ്ദേഹം കോടതിയോട് പ്രേ ചെയ്തത് ഈ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തിട്ട് ഈ MC ഓർഡർ, അതായത് 7000 രൂപ കൊടുക്കണമെന്ന് പാസ്സാക്കിയ ഫാമിലി കോടതി പാസ്സാക്കിയല്ലോ, ആ ഒരു ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തിട്ട് ഈ കേസിനെ തിരിച്ച് റിമാൻഡ് ചെയ്ത് ഫാമിലി കോടതിയിലോട്ട് അയച്ചിട്ട് ഒന്നേന്ന് എവിഡൻസ് എടുത്ത് തീർപ്പാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം.
അപ്പോൾ ഈ ഹൈക്കോടതി എന്ത് ചെയ്ത് ബാക്ക് റെക്കോർഡ്സ് ഒക്കെ കോൾ ചെയ്ത്, അതായത് ഫാമിലി കോടതിയിൽ നിന്ന്. അങ്ങനെ കോടതി അത് പരിഗണിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ MC ഫയൽ ചെയ്തിട്ടുണ്ട്. അത് 2017 നമ്പർ ഇട്ടാണ് ആ കേസ് പിടിച്ചിരിക്കുന്നത്. അത് ഭാര്യയാണ് ഫയൽ ചെയ്തത്, ഹസ്ബൻഡാണ് ഇല്ല റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. ആ കേസ് അവരെ ഫയൽ ചെയ്തപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വക്കാലത്തിട്ട് അപ്പിയർ ചെയ്ത് 2018 2-ാം മാസത്തിൽ ഫെബ്രുവരിയിൽ. അതിനുശേഷം അദ്ദേഹം ഒരു കൗണ്ടർ പെറ്റീഷൻ, അതായത് MC പെറ്റീഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫയൽ ചെയ്യുന്ന മെയിൻ്റനൻസ് കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യും. അതിൽ ഒബ്ജക്ഷൻ അവർ ഫയൽ ചെയ്യും. അതിന് കൗണ്ടർ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി 5 പോസ്റ്റിംഗ് വരെ കോടതി കൊടുത്തിട്ട് അവസാനം ഒരു ലാസ്റ്റ് ചാൻസും കൊടുത്ത്. എന്നിട്ടും അദ്ദേഹം ആ കൗണ്ടർ ഫയൽ ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്പാർട്ടി ആക്കിയിട്ട് വൈഫിന് ഓർഡർ എടുത്തിട്ട് എക്സ്പാർട്ടി എവിഡൻസിന് വേണ്ടി പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹസ്ബൻഡ് ഒരു CMP ഫയൽ ചെയ്ത് 2018 അത് ഈ എക്സ്പാർട്ടി ഓർഡർ സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫയൽ ചെയ്തത്. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഓർഡർ അദ്ദേഹം കൗണ്ടർ ഫയൽ ചെയ്യാത്തതുകൊണ്ട് എക്സ്പാർട്ടി ഓർഡർ പാസ്സാക്കിയതുകൊണ്ട് അതിനുള്ള പെറ്റീഷനും ഫയൽ ചെയ്ത്, അങ്ങനെ ഒരു കൗണ്ടറും കൂടെ ഫയൽ ചെയ്ത്, ആ കേസിന്റെ MC കൗണ്ടറും ഫയൽ ചെയ്ത്. അപ്പോൾ കോടതി അത് അലോ ചെയ്തു, എക്സ്പാർട്ടി ഓർഡർ സെറ്റിസൈഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എവിഡൻസിന് പോസ്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ തവണ എവിഡൻസ് ആയ സമയത്ത് ഈ വൈഫിനെ ക്രോസ് ചെയ്യാനുള്ളതിന് അദ്ദേഹം പ്രൈസ് ചെയ്തു. അദ്ദേഹം അന്ന് എവിഡൻസ് എടുത്തില്ല. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് 500 രൂപ കോസ്റ്റ് അടിച്ചു. അതിനുശേഷം അടുത്ത ചാൻസിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ക്രോസ് ചെയ്തു, ഈ പറയുന്ന വൈഫിനെ ക്രോസ് ചെയ്തു. അതിനുശേഷം പെറ്റീഷണർ എവിഡൻസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അടുത്തത് റെസ്പോണ്ടന്റിന്റെ എവിഡൻസ് ആണ്, ഭർത്താവിന്റെ എവിഡൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹം ഹാജരായില്ല. അങ്ങനെ കോടതി പറഞ്ഞു, ഒരു ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞു അദ്ദേഹം മസ്റ്റായിട്ടും കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആബ്സെന്റ് ആയിരുന്നു. അത് 5/10/2018 അത് 10-ാം മാസത്തിലായിരുന്നു. അന്നും അദ്ദേഹം ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന്റെ എവിഡൻസ് കോടതി അങ്ങ് ക്ലോസ് ചെയ്തു. അതിനുശേഷം കോടതി ഹിയറിംഗിന് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഹിയറിംഗ് കേട്ടിട്ട് കോടതി ഓർഡർ ഇട്ടു. ആ ഓർഡറാണ് ഈ 7000 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അകത്ത് സംഭവിച്ചത്. ഇതിൽ ഒബ്ജക്ഷന്റെ അകത്ത് റെസ്പോണ്ടന്റ് ഹസ്ബൻഡ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഡ്രൈവറാണെന്നും അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് മാസം 21,000 രൂപ ശമ്പളം ഉണ്ടെന്നും അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. അതിന്റെ ബേസിലാണ് അദ്ദേഹത്തിന് 7000 രൂപ അടിച്ചു കൊടുത്തത് കോടതി. പക്ഷെ അദ്ദേഹം കോടതിയിൽ ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൗണ്ടിൽ ഇത് അലോ ചെയ്ത് കൊടുത്തത്, MC അലോ ചെയ്തത് അത് കൃത്യമായും എവിഡൻസ് എടുത്തതിൽ വന്ന പാളിച്ചയാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഇത്രയും പൈസ കോടതി അടിച്ചത് കോടതിക്ക് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഈ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതി വിലയിരുത്തിയത് എന്തെന്ന് വെച്ചാൽ ഈ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 125 സബ്സെക്ഷൻ 4 പറയുന്ന ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കാതെ മനഃപൂർവ്വം മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ അഡൾട്ടറി കമ്മിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മ്യൂച്വൽ കൺസെന്റോടുകൂടി മാറി നിൽക്കുന്നതോ മാത്രമേ ഉള്ളൂ. ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടും കോടതി വിലയിരുത്തിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹി ഹാസ് നോ കേസ് ദാറ്റ് ഹി ഹാസ് എവർ ഓഫേർഡ് ഹർ ടു ജോയിൻ ഹിം ടു സ്റ്റേ ടുഗദർ ആഫ്റ്റർ അബാൻഡനിങ് ഓഫ് കമ്പനി വിത്ത് ഹിം ആൻഡ് ഷീ റെഫ്യൂസ്ഡ് സച്ച് ആൻ ഓഫർ. അതായത് അവർ മാറിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് ഇദ്ദേഹം ഒരു ഓഫർ കൊടുത്തു, നീ വന്ന് എന്റെ കൂടെ വന്ന് താമസിക്കൂ എന്ന് പറഞ്ഞ ഒരു ഓഫർ കൊടുക്കുകയും ആ ഓഫർ അവർ നിരസിച്ചുകൊണ്ട് അവരെ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്തു എന്നൊരു കേസ് അദ്ദേഹത്തിനില്ല. അവർ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം അവരെ പോയി വിളിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കണ്ടൻഷനും ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. അതുപോലെ തന്നെ റെസ്പോണ്ടന്റിന് മറ്റൊരു രീതിയിലൊരു കണ്ടൻഷൻ, അതായത് ഈ റിവിഷൻ പെറ്റീഷനിൽ അവർക്ക് ഇങ്ങനെ ഒരു കണ്ടൻഷൻ ഇല്ല. അതായത് അവർ മാറി താമസിച്ചത് ഭർത്താവ് ഗൾഫിലായിരുന്നത് കൊണ്ടാണ്. സാധാരണ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, മനഃപൂർവ്വം മാറി താമസിച്ചു എന്ന് പറയുമ്പോൾ അവർ പറയും ഭർത്താവ് ഗൾഫിലായിരുന്നത് കൊണ്ടാണ് ഞാൻ മാറി താമസിച്ചത്, എനിക്ക് അവരെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല എന്നൊരു കണ്ടൻഷൻ ഇവിടെ ഭാര്യ പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് അവരെ പിടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും കോടതി വിലയിരുത്തി. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് ഡെസൊല്യൂഷൻ ഓഫ് മാരേജ്, അതായത് ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ ഇട്ടിട്ടുമുണ്ട്, ഡൈവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതും കോടതി വിലയിരുത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരെ വേണ്ട, ഇവരെ കളഞ്ഞിട്ട് പോകാനാണ് ഹസ്ബൻഡിന്റെ താല്പര്യം എന്നുള്ള കാര്യം അതിൽ നിന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോടതി ഈ പെറ്റീഷൻ അങ്ങ് അലോ ചെയ്ത് കൊടുത്തില്ല. 7000 രൂപ മാസം കൊടുക്കാൻ പറഞ്ഞല്ലോ, അത് കൊടുക്കാനായിട്ട് ആ പറഞ്ഞ ഫാമിലി കോടതിയുടെ ഓർഡർ കോടതി അംഗീകരിച്ചു. ഇനി അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കോടതി പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ് MC പെറ്റീഷൻ, MC പെറ്റീഷൻ്റെ കാര്യങ്ങൾ, MC പെറ്റീഷൻ്റെ ഫയലിംഗ് തൊട്ട് ആ ഒരു കേസ് പോയൊരു രീതി, എക്സ്പാർട്ടി ആയ സമയവും അതുപോലെ തന്നെ കേസ് കൊടുക്കുന്ന കാര്യങ്ങൾ, എവിഡൻസിൻ്റെ കാര്യങ്ങൾ, അതായത് ആദ്യം ഭാര്യ കൊടുത്തു, പിന്നെ ഭർത്താവ് കൊടുക്കാൻ നേരത്തെ ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ആ എവിഡൻസിൻ്റെ സ്റ്റേജ് അങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷമാണ് കോടതി ഓർഡർ ഇടുന്നത്. പിന്നെ ഇന്ററിം ഓർഡർ കോടതി പാസ്സാക്കാറുണ്ട്, ഫൈനൽ ഓർഡറും പാസ്സാക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ MC അകത്ത് വരാറുണ്ട്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കേട്ട് നോക്കണം. അത് കേട്ട് നോക്കുമ്പോഴത്തേക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് ഏകദേശമുള്ള ഒരു നല്ലൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം എല്ലാം മനസ്സിലാവും. കാരണം ഒരാൾ കേസ് കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് കേസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്, എവിടെയാണ് കേസ് കൊടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ പ്രൊസീജിയർ എന്തിനാണെന്നൊന്നും ആർക്കും അറിയത്തില്ല.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കേസിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, പല ആൾക്കാർക്ക് നമുക്ക് ചീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാനുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് ഫാമിലി സംബന്ധമായി ഇടുന്നുണ്ട്, അല്ലാത്തതും ഇടുന്നുണ്ട്. അതൊക്കെ കേട്ട് നോക്കുക. എല്ലാം കൃത്യമായിട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പരിചയപ്പെട്ട ഉള്ള അഫക്റ്റിംഗ് പീപ്പിൾസ് ഉണ്ട്, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താലേ അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ വരുമ്പോൾ കാണാം. ബൈ.